വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി എങ്ങനെയാണോ നടക്കുന്നത് അങ്ങനെ ഒരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത് കേട്ടോ. ഡെയിലി ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഷോപ്പിൽ നിന്ന് 7 മണിയാകുമ്പോൾ വരും, വന്നിങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറുന്ന വരവാണ്. അപ്പോൾ മക്കളെ എനിക്ക് ചായയൊക്കെ ഉണ്ടാക്കി വെക്കും. ചായയൊക്കെ കുടിച്ച് കുളിച്ചതിനൊക്കെ ശേഷം വന്ന് ഞാൻ മക്കളെ അവിടെ ഇരുത്തി പഠിപ്പിക്കും കുറേ നേരം. മക്കളെ 3 പേരെ ഞാൻ ട്യൂഷനൊന്നും വിടുന്നില്ല കേട്ടോ. ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. കാരണം ട്യൂഷനൊക്കെ വിട്ടാൽ ഒന്നിനും സമയം കിട്ടത്തില്ല. സ്കൂൾ വിട്ട് വരുമ്പോൾ തന്നെ 5 മണിയാവും. പിന്നെ ട്യൂഷനൊക്കെ പോയിട്ട് എപ്പോൾ വരാനല്ലേ, അത് കാരണമാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് കുറേ മിസ് കോൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മിസ് കോൾ വന്നവരൊക്കെ തിരിച്ച് വിളിക്കുകയാണ് കേട്ടോ. ഞാൻ വണ്ടി ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് കോളിങ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ കഴുകാനിട്ടിട്ട് പോയ തുണിയാണ് വാഷിംഗ് മെഷീൻ കേട്ടോ. ഞാൻ വൈകുന്നേരം വന്നാണ് വിരിച്ചിടാറുള്ളത്. കാരണം രാവിലെ എനിക്ക് വിരിച്ചിട്ട് പോകാനുള്ള സമയം കിട്ടത്തില്ല. കാരണം രാവിലെ നമ്മൾ തിരക്ക് പിടിച്ചല്ലേ ഓടുന്നത്. ഞാൻ രാവിലെ 10 മണി 10:30 ആകുമ്പോൾ ഇവിടുന്ന് പോകും ഷോപ്പിലോട്ട്. അപ്പോൾ മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം മക്കൾ 9 മണിയാകുമ്പോൾ പോകും. അതിനുശേഷം ഞാൻ എൻ്റെ കുറച്ച് ജോലികളൊക്കെ ഒതുക്കിയിട്ട് 10:30 ആകുമ്പോഴാണ് ഞാൻ പോകുന്നത്. എനിക്കൊന്നിനും സമയം കിട്ടത്തില്ല. അപ്പോൾ രാവിലെ ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോയ തുണിയാണ് ഇപ്പോൾ വന്നാണ് വിരിച്ചിടുന്നത്. അപ്പോൾ വിരിച്ചിട്ടിട്ട് അവിടെ ഉണങ്ങിയ തുണി കിടക്കും. അത് ഞാൻ എടുത്തുകൊണ്ട് തിരിച്ച് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ദിവസം നടക്കുന്ന ജോലികളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഒളിച്ച് നിന്ന് നോക്കുവാണ്, കിച്ചു എന്തെടുക്കുക, പഠിക്കുവാണോ അതോ അവിടെ നിന്ന് എന്തെങ്കിലും ഉടായ്പ് കാണിക്കുകയാണോ നോക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പം ഇതിന് എന്തൊക്കെ അസൈൻമെൻറ്റോ പ്രോജക്റ്റൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ കിച്ചു 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് കേട്ടോ. കിച്ചുവിനെ ട്യൂഷന് വിടുന്നില്ല, ഞാൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അതിനുശേഷം അവൻ പഠിക്കുന്ന കണ്ടിട്ട് ഞാൻ വന്നിരുന്ന് നിസ്കരിച്ചു. ഇളയ മക്കൾ 2 പേരും ടീൻസാണ് കേട്ടോ. അപ്പോൾ അവരിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ. അങ്ങനെ 3 പേരും വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അവർ സ്കൂൾ വിട്ട് വന്നവരെന്തെങ്കിലും തന്നെത്താനൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. അവർ മാഗിയോ ബ്രെഡ് ഓംലേറ്റോ സാൻഡ്വിച്ചോ അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ്, അവർക്ക് എല്ലാ ഐറ്റംസും ഉണ്ടാക്കാൻ അറിയാം. നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ ഓംലേറ്റ് ബുൾസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ പാത്രം എല്ലാം വാഷ് ചെയ്ത് വെച്ചു. രാത്രി തന്നെ എല്ലാം വാഷ് ചെയ്ത് വെച്ചില്ലെങ്കിൽ രാവിലെ എനിക്ക് ഇരട്ടി ജോലിയാണ് കേട്ടോ. അത് കാരണം ഇന്ന് മക്കളുടെ ലഞ്ച് ബോക്സ് ഉണ്ടായിരുന്നു കഴുകാൻ. എപ്പോഴും അവർ കഴുകി വെക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് മക്കൾ 2 പേരും ട്വിൻസാണ്. ഇവർ 2 പേരും 5th സ്റ്റാൻഡേർഡിലാണ് അമ്മുവും അക്കും പഠിക്കുന്നത്. അവരവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നെ കൊണ്ടത് കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി ഇപ്പോൾ 2 പേർക്കും ടോപ്പ് മാർക്കാണ് കേട്ടോ. 2 പേർക്കും ഫുൾ മാർക്കുണ്ട്. പക്ഷെ തമിഴിന് 2 മാർക്ക് കുറവാണ് കേട്ടോ. തമിഴ് കുറച്ച് ടഫാണ്. അത് കാരണം എനിക്ക് തമിഴ് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അത് കാരണം തമിഴിന് എല്ലാ പ്രാവശ്യം മാർക്ക് കുറയും. ഒരുപാടൊന്നും കുറയത്തില്ല. ചിലപ്പോൾ 2 മാർക്കോ ചിലപ്പോൾ 3 മാർക്കൊക്കെ കുറയാറുണ്ട്. ബാലൻസ് എല്ലാത്തിനും ഫുൾ മാർക്കാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ എനിക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഒന്നിനും ടൈം കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് ഈവനിങ്ങിലാണ് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാറുള്ളത് കേട്ടോ. ഞാൻ വരുന്നത് വരെ ഈ ചെടി എന്നെ കാത്തു നിൽക്കും വെള്ളത്തിന് വേണ്ടി. പിന്നെ ഞാൻ വന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ 10:45 ഇക്ക 11 മണിയൊക്കെ ആകുമ്പോഴേ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. അന്നേരം മക്കളോടും പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. കാരണം രാവിലെ എഴുന്നേക്കണ്ടല്ലേ സ്കൂളിലൊക്കെ പോകാനോ, അല്ലെങ്കിൽ രാവിലെ എനിക്ക് ഭയങ്കര ക്ഷീണം, ആരും വിളിച്ചാൽ എഴുന്നേക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകല്ലേ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.